ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മലങ്കര സഭ ജനുവരി 16 ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് മെത്രാപ്പോലീത്തയുടെ ഓർമ്മ ആചരിക്കുകയാണ്. അഭിവന്യ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് മെത്രാപ്പോലീത്ത തിരുവല്ല രൂപതയിൽ എടത്വ ആനപ്രമ്പാൽ ഒറ്റത്തെങ്ങിൽ വർഗീസിൻ്റെയും മറിയാമ്മയുടെയും 8 മക്കളിൽ രണ്ടാമൻ. ജനനം 1950 നവംബർ 1. സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനത്തിൽ പിറന്ന ദിവ്യ തേജസ്. 6-ാമത്തെ വയസ്സിൽ മാതാപിതാക്കളോടൊപ്പം തിരുവല്ലയിൽ നിന്നും കർണാടകയിൽ സൗത്ത് കാനറയിലേക്ക് കുടിയേറി. നെല്ലിയാടിയിലും ഉപ്പിനങ്ങാടിയിലും സ്കൂൾ വിദ്യാഭ്യാസം. 16-ാം വയസ്സിൽ വൈദിക പരിശീലനത്തിനായി തിരുവല്ല അതിരൂപതയിലെ ഇൻഫന്റ് ജീസസ് മൈനർ സെമിനാരിയിൽ പ്രവേശിച്ചു. അതിനുശേഷം തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളി സെൻറ് പോൾസ് മേജർ സെമിനാരിയിൽ തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി 1978 ഏപ്രിൽ 18-ാം തീയതി ഇച്ചിലമ്പാടി പള്ളിയിൽ വെച്ച് അഭിവന്യ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തായിൽ നിന്നും വൈദിക അഭിഷേകം സ്വീകരിച്ചു. പിന്നീട് കപ്പൂച്ചിൻ മിഷണറി വൈദികൻ ഫാദർ കർബട്ടിൻ്റെ സഹവൈദികനായി നിലമ്പൂർ എരുമമുണ്ട പ്രദേശത്ത് അജപാലന ശുശ്രൂഷ ആരംഭിച്ചു. 1979 തിരുവല്ല അതിരൂപത വിഭജിച്ച് ബത്തേരി രൂപത നിലവിൽ വന്നപ്പോൾ മലബാർ പ്രദേശങ്ങളിൽ അദ്ദേഹം വൈദിക ശുശ്രൂഷ കേന്ദ്രീകരിച്ചു. പിന്നീട് ഉപരിപഠനത്തിനായി റോമിലേക്ക് പോവുകയും ആഞ്ചലിക്കം യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആധ്യാത്മിക ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു. ബത്തേരി രൂപത മൈനർ സെമിനാരി റെക്ടർ, കത്തീഡ്രൽ വികാരി, തിരുവനന്തപുരം സെന്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയിൽ ആധ്യാത്മിക ഗുരു, അധ്യാപകൻ, റെക്ടർ എന്നീ നിലകളിൽ സേവനം ചെയ്തു. റെക്ടർ ആയിരുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോഴുള്ള ഭൗതിക സംവിധാനങ്ങൾ എല്ലാം ഒരുക്കപ്പെട്ടത്. സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പായി നിയമിതനായതിനെ തുടർന്ന് ഫെബ്രുവരി 5-ാം തീയതി അദ്ദേഹം ബത്തേരി രൂപതയുടെ ദ്വിതീയ അധ്യക്ഷനായി 13 വർഷം ശുശ്രൂഷ ചെയ്തു. 2007 മോറൻമോർ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ കാലം ചെയ്ത അവസരത്തിൽ ഏതാനും മാസങ്ങൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം വഹിച്ചു. 2010 ബത്തേരി രൂപത വിഭജിച്ച് പുതുതായി രൂപീകരിച്ച പുത്തൂർ രൂപതയുടെ പ്രഥമ മെത്രാനായി നിയമിക്കപ്പെട്ടു. പിന്നീട് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് 6 വർഷത്തെ സേവനത്തിനു ശേഷം അദ്ദേഹം വിരമിച്ചു. പള്ളിമലയിൽ വിശ്രമ ജീവിതം നയിച്ചിരുന്ന അഭിവന്യ പിതാവ് 2018 ജനുവരി 16-ാം തീയതി ഉച്ചയ്ക്ക് 2:35 സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. തിരുവല്ല സെന്റ് ജോൺസ് കത്തീഡ്രലിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നിത്യവിശ്രമം കൊള്ളുന്നു. എളിമയും സ്നേഹവും കൈമുതലാക്കിയ പിതാവ് ശക്തമായ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. ആരാധനയോടുള്ള ആഭിമുഖ്യം, ആരാധനാക്രമത്തിൻ്റെ ചിട്ടയായ അനുഷ്ഠാനം, പാവങ്ങളോടുള്ള പരിഗണന, വൈദികരോടും സന്യസ്തരോടുമുള്ള പിതാവിൻ്റെ വാത്സല്യം എടുത്തു പറയേണ്ട സവിശേഷതകളാണ്. ഒരു വൈദികനായിരിക്കുമ്പോൾ തന്നെ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് അർത്ഥവത്തായ സംഭാവനകൾ നൽകിയ പിതാവ് സഭയ്ക്ക് സ്വന്തമായി ഒരു വൈദിക പരിശീലന കേന്ദ്രം വേണമെന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന് ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങളിൽ സ്വയം സമർപ്പിച്ചു. മേൽപ്പട്ടക്കാരനായിരിക്കുമ്പോഴും ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ ബോധ്യങ്ങളും നിലപാടുകളും ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു പിതാവിൻ്റേത്. സർവശക്തനായ ദൈവത്തിൽ പ്രത്യാശ വച്ച് ദൈവകരുണയിൽ ആശ്രയിച്ച് സ്വതസിദ്ധമായി തന്നിലുണ്ടായിരുന്ന എളിമയും ലാളിത്യവും കൈമുതലാക്കിയായിരുന്നു പിതാവിൻ്റെ ഉടനീളമുള്ള ജീവിതം. അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെയേറെ സവിശേഷത നിറഞ്ഞതായിരുന്നു. പ്രാർത്ഥന കൊണ്ടും താപസാരൂപി കൊണ്ടും ലോകത്തോടും ലോകവസ്തുക്കളോടുമുള്ള വിരക്തി കൊണ്ടും വിശുദ്ധമായ ജീവിതം അദ്ദേഹം മുറുകെ പിടിച്ചു. തിരുവല്ല, ബത്തേരി, പുത്തൂർ രൂപതകളിൽ 4 പതിറ്റാണ്ടുകാലത്തെ വൈദിക ശുശ്രൂഷ, 2 രൂപതകളിലായി 20 വർഷത്തെ പ്രധാന ആചാര്യ ശുശ്രൂഷ, അജപാലന ശുശ്രൂഷയുടെ മർമ്മമറിഞ്ഞ ഇടയശ്രേഷ്ഠൻ, ബത്തേരി രൂപതയിലെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ്സിലൂടെ വയനാടൻ മലനിരകളിലെ ആദിവാസികളുടെയും അധസ്ഥിതരുടെയും ഉന്നമനത്തിനായി
അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നിരവധിയാണ്. ആളുകളുടെ ആവശ്യമറിഞ്ഞ് സഹായിക്കുന്നതിൽ അദ്ദേഹം എന്നും മുന്നിലായിരുന്നു. ബത്തേരി രൂപതയിൽ 13 വർഷക്കാലത്തെ പ്രധാനാചാര്യ ശുശ്രൂഷയ്ക്ക് ശേഷം പുത്തൂർ രൂപത രൂപീകൃതമായപ്പോൾ അതിൻ്റെ ബാലാരിഷ്ടതകളിൽ നേതൃത്വം ഏറ്റെടുത്തത് അദ്ദേഹത്തിൻ്റെ ത്യാഗമനോഭാവത്തിൻ്റെ തെളിവാണ്. കർണാട്ടിക് സംഗീതത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന വൈഭവം മലങ്കര സുറിയാനി ആരാധനാക്രമത്തെ സമ്പന്നമാക്കുകയും മലങ്കര ആരാധനാക്രമം കന്നഡ ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്നതിലും ആരാധനാ ഗീതങ്ങൾ കന്നഡ ഭാഷയിൽ മനോഹരമാക്കുന്നതിനും അദ്ദേഹം നേതൃത്വം നൽകി. മനോഹരമായ വയലിൻ വായനയിലൂടെയും സംഗീതത്തിലൂടെയും തൻ്റെ വികാരഭാവങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പിതാവിന് പ്രത്യേക സിദ്ധി തന്നെ ഉണ്ടായിരുന്നു. സ്വയം വിശുദ്ധീകരിച്ച് മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതിനായിരുന്നു പിതാവിന് എപ്പോഴും താല്പര്യം. പൗരോഹിത്യ ജീവിതത്തിന് എളിമയുടെയും ലാളിത്യത്തിൻ്റെയും നിറച്ചാർത്തുകൾ നൽകി സ്വന്തം ജീവിതത്തിൽ അതിനെ അർത്ഥസമ്പുഷ്ടമാക്കി അനേകർക്ക് മാതൃകയായി നൽകിയ വളരെ വ്യത്യസ്തമായ ജീവിതശൈലികൾ ചിട്ടയോടെ സംശീകരിച്ച് രൂപപ്പെടുത്തിയ അഭിമന്യ പിതാവ് വിശുദ്ധരുടെ ഗണത്തിലാണ് തൻ്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. വിശുദ്ധിയുടെ തേരിലേറി സ്വർഗത്തിലേക്ക് യാത്രയായ അഭിമന്യ പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് എന്നും അനുഗ്രഹമാകട്ടെ. സ്വർഗസന്നിധി പുൽകിയ വന്യപുരോഹിത സമാധാനം ഈ ലോകം വിട്ടു നിൻ സ്വർഗസന്നിധി പുൽകിയ വന്യപുരോഹിത സമാധാനം പ്രാർത്ഥനയോടെന്നും ഓർക്കുന്നു സന്നിധിയർപ്പിച്ച ബലികളിലോർത്തിടുമ്പോ പ്രാർത്ഥനയോടെന്നും ഓർക്കുന്നു സന്നിധിയർപ്പിച്ച ബലികളിലോർത്തിടുമ്പോ ഈ ലോകം വിട്ടു നിൻ സ്വർഗസന്നിധി പുൽകിയ വന്യപുരോഹിത സമാധാനം വീടരും മുൻപങ്ങു വാടും പൂമോട്ടു പോലവേ നീ സ്വർഗസിയോനിൽ വാഴും നല്ല പുഷ്പമതാകട്ടെ നീ വീടരും മുൻപങ്ങു വാടും പൂമോട്ടു പോലവേ നീ സ്വർഗസിയോനിൽ വാഴും നല്ല പുഷ്പമതാകട്ടെ നീ
ദൈവം വിളിച്ചാലും പ്രിയൻ വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. എപ്പോൾ ദൈവം വിളിച്ചാലും പ്രിയൻ വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ഈ ലോകം വിട്ടു നിൻ സ്വർഗസന്നിധി പുൽകിയ വന്യപുരോഹിത സമാധാനം. ഈ ലോകം വിട്ടു നിൻ സ്വർഗസന്നിധി പുൽകിയ വന്യപുരോഹിത സമാധാനം. പ്രാർത്ഥനയോടെന്നും ഓർക്കുന്നു സന്നിധിയർപ്പിച്ച ബലികളിലോർത്തിടുമ്പോ. പ്രാർത്ഥനയോടെന്നും ഓർക്കുന്നു സന്നിധിയർപ്പിച്ച ബലികളിലോർത്തിടുമ്പോ. ഈ ലോകം വിട്ടു നിൻ സ്വർഗസന്നിധി പുൽകിയ വന്യപുരോഹിത സമാധാനം. വന്യപുരോഹിത സമാധാനം.